വമിൻഹും മൻ യൻദുറു ഇലൈക, അവരുടെ കൂട്ടത്തിൽ അങ്ങ് ഇങ്ങനെ നോക്കുന്നവരുണ്ട്. അവ അൻത തഹ്ദിൽ ഉമ്മിയ, പക്ഷേ അങ്ങ് എന്ത് ചെയ്യുകയാണോ, എന്താണ്, അന്ധരായ ആളുകൾക്ക് അങ്ങ് മാർഗം കാണിച്ചു കൊടുക്കുകയാണോ. ഒലു കാനൂലായി ബിസുർ, അവർ കാണാഞ്ഞിട്ടും. ഷബാബിയും, ഈ വിശ്വസിക്കാത്ത ആളുകളെ അന്ധന്മാരുടെ അല്ലാഹു സദൃശ്യപ്പെടുത്തി. ഫി അദമിൽഹിതിദാ, ഈ സന്മാർഗം കിട്ടുന്നില്ല എന്ന വിഷയത്തിൽ. അന്ധന് വഴി കാണിച്ചാലും വഴി കാണുകയല്ല, അതുപോലെ തന്നെ ഇവർക്കും. ബൽ ആളം എന്നല്ല, അതിനേക്കാൾ വലുതാണ്. അന്ധൻ എങ്ങനെയൊക്കെ കാണിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ ഇവർക്ക് അല്ലേ, ഇവർക്ക് ഹൃദയാന്ധത ബാധിച്ച ആളുകളാണ്. ഇവർക്ക് ഒരു കാര്യമില്ല. ഫഇന്നഹ ലാ തഅമൽ, കാരണം ഫഇന്നഹ, കാരണം നിശ്ചയം, കാര്യം എന്ന് വെച്ചാൽ കിസ്സ എന്ന് വെച്ചാൽ മതി. ലാ തഅമൽ അബ്സാർ, അവരുടെ നേനങ്ങൾക്ക്, അവരുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചത്. വലാക്കിൻ തഅമൽ ഖുലൂബ്, അവരുടെ ഹൃദയങ്ങൾക്കാണ്. അല്ലത്തി, എങ്ങനെയുള്ള ഫിസ്ദൂർ, ഹൃദയങ്ങളിലുള്ള കൽബുകൾ, അല്ലെ, ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഹൃദയങ്ങളിലേക്കാണ് അവർക്ക് അന്ധത ബാധിച്ചത്. അപ്പോൾ കുലൂബും സ്വദറും കൽബും രണ്ടാണെന്ന് വരുന്നു. സദർ എന്ന് വെച്ചാൽ ശരിക്കും ഹൃദയം, കൽബ് എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം. അങ്ങനെയൊക്കെ വെക്കാം. അല്ലാഹു അഅലം ബിസ്സവാബ്. ഇന്നല്ലാഹ്, നിശ്ചയം അല്ലാഹു തആല, ലാ യളിമു നാസ ശൈഅ, ജനങ്ങളോട് ഒരല്പം പോലും ഒരല്പം പോലും അക്രമം കാണിക്കുകയില്ല. വലാകിന്ന നാസ അൻഫുസഹും യളിമൂൻ, പക്ഷേ ആളുകൾ അവരോട് തന്നെ, അവരുടെ സ്വന്തങ്ങളോട് തന്നെ അക്രമം കാണിക്കുകയാണ്. കാരണം സത്യം മനസ്സിലാക്കിയിട്ട് അവർക്ക് അതിൻ്റെ പരിണാമം പോയ പോരായിരുന്നു. ഇപ്പം അതിൻ്റെ പരിണത പോലൊക്കെ അവരെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. വയൗമ യഹ്ശുറുഹും, അല്ലാഹു അവരെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസത്തിൽ. കഅൻ, അതായത് കഅന്നഹും, അവരായതുപോലെ ഉണ്ടാവും ആ സ്ഥിതിക്ക്. എന്തായതുപോലെ, ലം യൽബസൂ ഫി ദുനിയാ, ദുനിയാവിൽ അവർ താമസിക്കാതിരുന്നത് പോലെ. ഐൽ ഖുബൂർ, അഥവാ ദുനിയാവിൻ്റെ ഖബറുകളിൽ അവർ താമസിക്കാതിരുന്നത് പോലെ ഉണ്ടാകും, ഇല്ലാതിരുന്നത് പോലെ ഉണ്ടാകും. കഅല്ലം യൽബസു, അവർ താമസിക്കാതിരുന്നത് പോലെയുണ്ട്. ഫിദ്ദുനിയ, ദുനിയാവിൽ. അയിൽ ഖുബൂരി, അഥവാ ഖബറുകളിൽ അവർ താമസിക്കാതിരുന്നത് പോലെയുണ്ട്. ഇല്ലാ സഅതം മിനൻ നഹാരി, പകലിൽ നിന്നും ഒരല്പസമയമല്ലാതെ. എന്താ അങ്ങനെ അവർക്ക് അനുഭവപ്പെടാൻ കാരണം? അവർ കുറേ താമസിച്ചല്ലോ, 10, 60, 70 കൊല്ലമൊക്കെ താമസിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിലേറെ കൊല്ലം താമസിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് അങ്ങനെ അവർക്ക് തോന്നുന്നത് ഹൗലി മാറാവോ, അവർ കണ്ട ഒന്നിൻ്റെ ഭയാനകത നിമിത്തമാണ്. ജുംലത്തു തഷ്ബീഹി, ഇവിടുത്തെ തഷ്ബീഹിൻ്റെ ജുംല ഏത്? കഅല്ലം യൽബസൂ ഇല്ലാ സഅതം മിനൻ നഹാരി, പകലിൽ നിന്നും ഒരല്പസമയം മാത്രമല്ലാതെ അവരവിടെ താമസിക്കാത്തത് പോലെ ഉണ്ട്. ആ നിലക്ക് എന്ന് പറഞ്ഞല്ലോ, ആ നിലക്ക് അവരെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. അപ്പോൾ ഈ ജുംലത്തു തഷ്ബീഹ് പോലെ ഉണ്ട് എന്ന് പറഞ്ഞ ആ ജുംല ഹാലും മിനൽ ലമീരി, ആ ലമീർ എന്നുള്ള ഹാലാണ്. ഇത് യഹ്ശുറുഹും, അവരെ ഒരുമിച്ച് കൂട്ടും, അവർ തന്നെ ഈ കോലത്തിലായ നിലയ്ക്ക്. ഇനി യതആറഫൂന ബൈനഹും എന്ന് വെച്ചാൽ അവർ അന്യോന്യം പരിചയപ്പെടും, അഥവാ യഅരിഫു ബഅദുഹും ബഅദ, അവരിൽ ചിലരെ മനസ്സിലാക്കും. ഇദാ ബുഇസു, അവരെ പുനർജീവിപ്പിക്കപ്പെട്ടാൽ. സുമ്മ യൻഖതിഉ തആറഫു, പിന്നെ ഇവർക്കിടയിലുള്ള ഈ പരസ്പര പരിചയം മുറിഞ്ഞു പോകും. അല്ലെ, വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്തുണ്ട്. അഥവാ അവർക്കിടയിലുള്ള ബന്ധങ്ങളൊക്കെ എന്താവും, മുറിയും. വേറൊരുത്തുണ്ട്, വലാ യസ്അലു ഹമീമുൻ ഹമീമ, ഒരു ഉറ്റ സുഹൃത്ത് മറ്റൊരു ഉറ്റ സുഹൃത്തിനോട് ഒരാവശ്യവും ചോദിക്കൂല. അത്തരത്തിൽ പരസ്പര സഹായ സഹകരണ പരിചയങ്ങളൊക്കെ ഇല്ലാതാവുന്ന ദിവസമാണത്. എന്നിട്ട് പറയാണ്, ലിഷിദ്ദത്തിൽ അഹ്വാലി, ഭയാനകതകളുടെ കാഠിന്യം കാരണത്താൽ അവർക്കിടയിലുള്ള ബന്ധം, പരിചയം മുറിയും. വൽ ജുംലത്ത്, ഈ ജുംല ഏത്? ഈ യതആറഫൂന ബൈനഹും എന്ന ജുംല ഹാലും മുഖദ്ദറത്തുൻ, മുഖദ്ദറത്തായ ഹാലാണ്. എന്താണ് ഈ ഹാലും മുഖദ്ദറത്തായ ഹാല് എന്ന് വെച്ചാൽ, ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് സ്വർഗത്തെ പറ്റി പറയുന്നവിടെയൊക്കെ ഖാലിദീന ഫിഹ, നരകത്തെ പറ്റി ഖാലിദം ഫിഹ എന്ന് പറയും. ശരിക്ക് അവരവിടെ ഉണ്ടാകും. ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവർ തോട്ടങ്ങളിലായിരിക്കും, ആരാമങ്ങളിലായിരിക്കും. ഖാലിദീന ഫിഹ, അവർ തന്നെ അവരെ ശാശ്വതരായി നിൽക്കും. നിലവിൽ അവിടെ അവർ ശാശ്വതരാണോ? അല്ല. അഥവാ ആ സമയം മാത്രമല്ലല്ലോ ശാശ്വതരാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴുവൻ സമയം എന്താവുക? ശാശ്വതരാവലാണ്. അപ്പോൾ ഈ ഹാല് മുഖദ്ദറത്താവുക എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഹാലായിട്ടാണോ ഉണ്ടാവുന്നത്, ഏത് സന്ദർഭത്തിൻ്റെ ഹാലായിട്ടാണ്, ആ സന്ദർഭത്തിൽ അങ്ങനെ തന്നെ പൂർണ്ണ അർത്ഥത്തിൽ ആവാതിരിക്കുമ്പോഴാണ് ഹാല് മുഖദ്ദറ എന്ന് പറയുക. ഒരു കുറച്ചും കൂടി വ്യക്തമായൊരു ഉദാഹരണം പറഞ്ഞാൽ, യൻഹിത്തൂന മിനൽ ജിബാലി ബുയൂത്ത, അവർ പർവ്വതങ്ങളെ തുരന്ന് വീടുകൾ ഉണ്ടാക്കും. അപ്പം പർവ്വതങ്ങൾ അത് തന്നെ ബുയൂത്ത് ഹാലായിട്ടാണ്, വീടുകളായ നിലക്ക്. അപ്പോൾ തുരക്കുന്ന സമയത്ത് അത് വീടുകളാണോ? അല്ല, തുരന്നതിന് ശേഷമാണ്. പക്ഷെ അത് ഹാലാണ്. അപ്പോൾ എന്താണ്? ഹാല് മുഖദ്ദറ. അതുപോലത്തെ ഒരു ഹാലും മുഖദ്ദറത്താണ് ഈ ജുംല എന്ന്. ഹാലും മുഖദ്ദറ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ എന്താണ്, ആ സമയത്ത് അവർക്ക് പരിചയം ഇല്ല എന്ന് നോക്കണം.
അഥവാ അവർ ദുനിയാവിൽ വെച്ച് എന്തായിരുന്നു അവർക്ക് പരിചയം ഉണ്ടായിരുന്നു, അവർക്ക് ദുനിയാവിൽ വെച്ച് പരിചയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്തൊക്കെ അല്ല, ഈ അവരെന്താണ് അള്ളാഹു ഒരുമിച്ച് കൂട്ടും. ആ ഒരുമിച്ച് കൂട്ടുന്ന വേളയിൽ അവർ എന്തില്ല, പരിചയമില്ല. പിന്നീട് എന്താവും, പരിചയമാകും. ആ പരിചയത്തിനുള്ള എല്ലാ എന്താണ് കോലങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. എൻഹിത്തുരുമെന്ന് ജിബാല് ബുയൂത്താന്ന് പറഞ്ഞല്ലോ, വീടിപ്പോൾ നിലവിലല്ല, തുറക്കുമ്പോൾ വീടല്ല, വീടാകും. അതുപോലെ തന്നെ യതാറഫൂന ബൈനഹും, അവരിപ്പം പരിചയമായിട്ടില്ല, പരിചയമാകും. അതായത് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു വരുമ്പോൾ എന്താവും, അവർ പരിചയത്തിലാകും. ഒന്നുകിൽ അങ്ങനെ ഔ മുത്ത അല്ലക്കുൽ ലർഫി, അല്ലെങ്കിൽ ലർഫിൻ്റെ മുത്തല്ലക്കാണ്. ഏതാ ലർഫ്? നേരത്തെ പറഞ്ഞല്ലോ യൗമനഹ്ശുറുഹും എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ മുത്തഅല്ലഖ് ജാർമജുറിൻ്റെ മുത്തഅല്ലഖ് ജാർമജുറിൻ്റെ ആമിൽ. അപ്പം യതആറഫൂന ബൈനഹും എന്നത് ലർഫിൻ്റെ ആമിലാണ്. അപ്പോൾ ഇവിടെ ഒന്ന് സങ്കല്പിച്ചു കൊടുത്താൽ മതി, യതആറഫൂന ബൈനഹും യൗമ നഹ്ശുറുഹും എന്ന് വെച്ചാൽ മതി. അല്ലെങ്കിൽ വഖത ഹശിരിഹിം, അള്ളാഹു ഓരോ ഒരുമിച്ച് കൂട്ടുന്ന വേളയിൽ അവരെന്താണ് യതആറഫൂന ബൈനഹും. അപ്പോൾ യതആറഫൂന ബൈനഹും, അവർ അന്യോന്യം പരിചയപ്പെടും. വഖത ഹശിരിഹിം, അള്ളാഹു ഓരോ ഒരുമിച്ച് കൂട്ടുന്ന വേളയിൽ. അപ്പോൾ വഖത ഹശിരിഹിം എന്ന ലർഫ് ഇതിൻ്റെ മഅമൂലാണ് എന്ന് പറയാം. ഖദ് ഖസറല്ലദീന കദബു ബിലിഖാ ഇല്ല, അള്ളാഹുമായിട്ടുള്ള കണ്ടുമുട്ടലിനെ കളവാക്കുന്ന, അത് സത്യമല്ല എന്ന് പറയുന്ന ആളുകൾ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു. ബിൽ ബാഅസി അഥവാ ബിലിഖാ ഇല്ല എന്ന് പറയുമ്പോൾ ആദ്യം പുനർജീവിപ്പിക്കണമല്ലോ, പിന്നെയാണല്ലോ അള്ളാഹുവിനെ കണ്ടുമുട്ടുക. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സത്യവിശ്വാസികൾ ശരിക്കും അള്ളാഹിനെ കാണും, അല്ലാത്തവരെന്താണ് അള്ളാഹു എന്നുള്ള ശിക്ഷകളൊക്കെ നേരിട്ട് അനുഭവിക്കേണ്ടി വരും. ഒമാ കാനു മുഹ്തദീൻ, അവർ സന്മാർഗം സിദ്ധിച്ചവരും ആയിട്ടില്ല. തീർച്ചയായും അവർ സന്മാർഗം സിദ്ധിച്ചവരല്ല എന്നർത്ഥം. ഇമ്മ, ഈ ഇമ്മ എന്ന് പറയുന്നത് ഫീഹി ഇദ്ഗാമു നൂനി ഇനിശർത്തിയ, ഷർത്തിയത്തായ ഇന്നുണ്ടല്ലോ, ഷർത്തിയത്തിൻ്റെ നോക്കണ്ട, ഷർത്തിയത്തായ ഇന്ന്, അതിലുള്ള നൂനിനെ ലയിപ്പിക്കലുണ്ട്. ഫി മൽ മസീദയായ അഥവാ സായിദിയായ മസീദിയായ എന്ന് പറയലോ, അങ്ങനത്തെ സായിദിയായി വരുന്ന മീമിൽ ഷർത്തിയത്തായ ഇന്നിൻ്റെ നൂനെ ലയിപ്പിച്ച. അപ്പം ഇമ്മ എന്ന് വെച്ചാൽ ഇന്നിൻ്റെ അതേ അർത്ഥം. അപ്പം ഇമ്മ നുരിയന്നക്ക, നാം അങ്ങേക്കങ്ങാനും തീർച്ചയായും കാണിച്ചു തന്നാൽ, ബഅദല്ലദീന ഇദുഹും, അവർക്ക് വാഗ്ദാനം ചെയ്തു, ബിഹി ആ ഒന്നുകൊണ്ട്. അപ്പോൾ അവർക്ക് ഏതൊന്നുകൊണ്ടാണ്, ഏതിനെയാണ് നാം വാഗ്ദാനം ചെയ്തത്, അതിൽ ഏതെങ്കിലും ബാലിന് എന്തെങ്കിലുമൊക്കെ അങ്ങേ നാം കാണിച്ചു തന്നാൽ, അതെന്തിനാൽ മിനൽ അദാബി, അവർക്ക് വാഗ്ദാനം ചെയ്ത് ശിക്ഷയാൽ, ഫി ഹയാത്തിക, അങ്ങയുടെ ജീവിതകാലത്ത് തന്നെ അവർക്കുള്ള ശിക്ഷ എന്തെങ്കിലുമൊക്കെ നാം അങ്ങേക്ക് കാണിച്ചു തന്നാൽ എന്ന് ഒരു ഷർത്താണ്. എന്നിട്ട് ജവാബ് ഷർത്ത്, ഈ ഷർത്തിൻ്റെ ജവാബ് മഹദൂഫൻ കളയപ്പെട്ടതാണ്. അതായത് ഫദാഖ്, അത് തന്നെയാണ്. അഥവാ അതിൻ്റെ ഭയാനകത വെളുതാക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ജവാബ് പറയാതിരുന്നത്. അങ്ങേക്കെങ്ങാനും കാണിച്ചു തന്നാലുണ്ടല്ലോ നബിയേ എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പാക്കുകയാണ്. കാണിച്ചു തന്നാൽ എന്തെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഫദാഖ്, അത് തന്നെയായിരിക്കും എന്ന രൂപത്തിൽ പറഞ്ഞു. ഔ അല്ലെങ്കിൽ നതവഫയന്നക, അല്ലെങ്കിൽ നാം അങ്ങേ മരിപ്പിച്ചാൽ, ഖബല തഅദീബി, അവരെ ശിക്ഷിക്കുന്നതിന് മുമ്പായിട്ട് അങ്ങേ നാം മരിപ്പിച്ചാൽ, ഫൈലൈന മർജിഹും, നമ്മിലേക്ക് തന്നെയാണ് അവരുടെ മടക്കം. സുമ്മല്ലാഹു, പിന്നെ അള്ളാഹു തആല ഷഹീദുൻ മുത്തലിൻ, അള്ളാഹു മനസ്സിലാക്കുന്നവനാണ്, കാണുന്നവനാണ്. അലാമ യഫ്അലു, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, മിൻ തക്ദീബിഹിം, അവരുടെ കളവാക്കലിനാൽ, വ കുഫ്രിഹിം, അവരുടെ സത്യനിഷേധത്താൽ, ഫയുഅദിബുഹും അശദ്ദൽ അദാബ്, അവരെ ഏറ്റവും ശക്തമായ ശിക്ഷ അള്ളാഹു ശിക്ഷിക്കുകയും ചെയ്യുന്നതാണ്. വലിക്കുല്ലി ഉമ്മത്തിൻ മിനൽ ഉമമി, സമുദായങ്ങളിൽ നിന്നുള്ള ഓരോ സമുദായങ്ങൾക്കും റസൂൽ, ഓരോ ദൂതന്മാരുണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും. ഫൈദാ ജാഅ റസൂലുഹും, അങ്ങനെ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൈവദൂതൻ, അള്ളാഹുവിൻ്റെ ദൂതൻ വന്നാൽ, ഇലയും അവരിലേക്ക്, ഫകദബു, എന്നിട്ട് അവർ ആ ദൂതനെ കളവാക്കുകയും ചെയ്താൽ, ഖുളിയ ബൈനഹും, അവർക്കിടയിൽ നടപ്പാക്കപ്പെടുന്നതാണ്, ബിൽ ഖിസ്തി, നീതിയെ, അല്ലെ ബിൽ അദിൽ, നീതിപൂർവ്വം കാര്യം നടപ്പാക്കപ്പെടുന്നതാണ്. ഫയുഅദബു, അവരെ ശിക്ഷിക്കപ്പെടുന്നതാണ്. വയൻജർ റസൂലു നജ, അല്ലെ നജ എൻജി, അങ്ങനെയല്ല നജൗത്തു എൻജു. അപ്പം വയുനജിർ റസൂൽ എന്നാണ്. വയുനജിർ റസൂല, അവൻ അള്ളാഹു എന്താണ് റസൂലിനെ എന്താവുന്നതാണ്, നജാ എൻജു എന്നാണല്ലോ. ഇതിപ്പം നജാ യുനജി, വയുനജിർ റസൂൽ, അള്ളാഹു ആ റസൂലിനെ രക്ഷപ്പെടുത്തു. വമൻ സദ്ദഖഹു, അല്ലെങ്കിൽ വയുനജിർ റസൂൽ, ആ റസൂൽ രക്ഷപ്പെടുത്തപ്പെടുന്നതാണ്. അതും വായിക്കാതെ നല്ലതല്ലേ. വയുനജ് എന്നുള്ളത് മജ്ഹൂലായിട്ട് വായിക്കുമ്പം വയുനജിർ റസൂൽ വമൻ സദ്ദഖഹു, ആ റസൂലും റസൂലിനെ അംഗീകരിച്ച ആളുകളും
രക്ഷപ്പെടുത്തപ്പെടുന്നതുമാണ്. വഹും ലാ യുദ്ലമൂൻ, അവർ തന്നെ ആക്രമിക്കപ്പെടാത്തവരായ നിലക്ക് ബി തഅദീബിഹിം ബിഗൈരി ജുർമിൻ, കുറ്റമേതുമില്ലാതെ അവർ ശിക്ഷിക്കൽ കൊണ്ട് അവർ തന്നെ ആക്രമിക്കപ്പെടാത്തവരായ നിലക്ക്. ഫകദാലിക, അതായത് അവർ കുറ്റം ചെയ്തിട്ടേ അവരെ ശിക്ഷിക്കുന്നുള്ള അള്ളാഹു എന്ന് പറയാം. ഫകദാലിക, അപ്രകാരം നഫ്അലു ബിഹൗലായി, മുമ്പ് കഴിഞ്ഞ ആളുകളെ ഇങ്ങനെ ശിക്ഷിച്ചു വിശ്വസിക്കാത്ത ആളുകൾ, അതുപോലെ തന്നെ ഇവരെയും നാം ഇങ്ങനെ ചെയ്യുന്നതാണ്, നബി തങ്ങളുടെ ഉമ്മത്തിലുള്ള അവിശ്വാസികൾ. വയഖൂലൂന, അവർ ചോദിക്കും, മത്താ ഹാദൽ വഅദു ബിൽ അദാബി, ശിക്ഷ കൊണ്ടുള്ള വാഗ്ദാനം എപ്പോഴാണ് ഉണ്ടാവുക? ഇൻ കുന്തും സാദിഖീന ഫീഹി, നിങ്ങൾ ആ പറയുന്ന വിഷയത്തിൽ സത്യസന്ധരാണെങ്കിൽ. കുൽ നബിയെ, അങ്ങ് പറയണം, ലാ അംലിക്കു, ഞാൻ ഉടമപ്പെടുത്തിയില്ല, അതായത് എനിക്ക് അർഹതയില്ല, ലിനഫ്സി, എൻ്റെ നഫ്സിന്, ലറൻ, ഒരു ഉപദ്രവത്തെ, അത് ഫഹു, ഞാൻ അതിനെ പ്രതിരോധിക്കും, ഞാൻ അതിനെ തടഞ്ഞു നിർത്തും. അങ്ങനെയുള്ള ഒരു ഉപദ്രവം എൻ്റെ വകക്കായിട്ടുണ്ടാവില്ല, എനിക്കതിനുള്ള അർഹത അല്ലെങ്കിൽ എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം. അതായത് എനിക്ക് ലാംലിക്കുൽ നഫ്സി ലറൻ അത് ഫഹു, എനിക്ക് ബാധിക്കുന്ന ഒരു ഉപദ്രവം അതിന് എനിക്ക് മിൽക്കില്ല എന്ന് വെച്ചാൽ അത് ഫഹു എന്നർത്ഥം. അതെനിക്കതിനെ പ്രതിരോധിക്കാനാവില്ല, അതാണ് അതിൻ്റെ അർത്ഥം. ലാ അംലിക്കുൽ നഫ്സി ലറ എന്ന് വെച്ചാൽ എനിക്ക് ബാധിക്കുന്ന ഒരു ഉപദ്രവത്തെ എനിക്ക് ദഫ് ചെയ്യണം, പ്രതിരോധിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയണം. വലാ നഫ്അൻ, എനിക്ക് വരേണ്ട ഒരു ഉപകാരത്തെ ജൽബ് ചെയ്യാൻ, അല്ലെ അജ്ലിബുഹു, അതിനെ ജൽബ് ചെയ്യാൻ, അതിനെ വലിച്ചെടുക്കാൻ, അതിനെ സ്വാംശീകരിക്കാനും എനിക്കാവില്ല. ഇല്ല മാഷാ അള്ളാഹു ഉദ്ദേശിച്ചൊന്നല്ല, അത് കാണുന്നെല്ലാം എനിക്ക് എൻ്റെതാക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ എന്നിൽ നിന്നും പ്രതിരോധിക്കണം, അതിനെ തടഞ്ഞു നിർത്തണം എന്ന് എനിക്കതിനാവില്ല. ഇല്ല മാഷാ അള്ളാഹു ഉദ്ദേശിച്ചൊന്നല്ലാതെ. അയ്യഖ്ദറനി അലൈഹി, അയ്യുഖ്ദിറനി അലൈഹി, അള്ളാഹു എന്തിനുദ്ദേശിച്ച് എനിക്ക് കഴിവ് നൽകുക, അലൈഹി അതിൻ്റെ മേൽ. അപ്പോൾ അള്ളാഹു എനിക്ക് എന്തിനൊക്കെയാണ് കഴിവെന്ന് അത്തരത്തിൽ എനിക്കെന്താണ് നെഫിനെ നേടിയെടുക്കാൻ, ലറിനെ പ്രതിരോധിക്കാനേ കഴിയുള്ളൂ, അല്ലാത്തൊന്നും കഴിയില്ല. കൈഫ, പിന്നെ എങ്ങനെയാണ് അംലിക്കുലക്കും, ഞാൻ നിങ്ങൾക്ക് ആക്കിത്തരിക, ഞാൻ നിങ്ങൾക്ക് ആക്കിത്തരിക മീൻസ് ഹുലൂലൽ അതാബ്, ശിക്ഷ ഇറങ്ങൽ. അപ്പോൾ ശിക്ഷ ഇറങ്ങുക എന്നുള്ളത് എൻ്റെ കയ്യിലൂടെ ആയിട്ട് നിങ്ങളിലേക്ക് എങ്ങനെയാണ് ഞാൻ വരുത്തുക? എനിക്കത് കഴിയില്ല, എൻ്റെ കാര്യം തന്നെ നോക്കാൻ കഴിയില്ലെങ്കിൽ. ലിക്കുല്ലി ഉമ്മത്തിന് അജൽ, ഓരോ ഉമ്മത്തിനും ഓരോ നിശ്ചിത അവധി വെച്ചിട്ടുണ്ട്. മുദ്ദ, അല്ലെ, മുദ്ദത്തുൻ മഅലൂമത്തിന്, അറിയപ്പെട്ടത് ഒരു കാലയളവ്, ലിഹലാക്കി, അവരെ നശിപ്പിക്കാൻ, അവർ നാശമാവാൻ അറിയപ്പെട്ട ഒരു അവധി ഉണ്ടാവും. നമുക്കറിയില്ല, അത് അള്ളാഹ്ക്കറിയാം. ഇദാ ജാ അജലുഹും, അവരുടെ അവധി വന്നാൽ, അതായത് അവർക്ക് സമയമായാൽ, ഫലാ യസ്തഅഖിറൂന, അവർ എന്താവില്ല, അവർ കൂടുതൽ പിന്തിപ്പിക്കുകയില്ല. ബി തഅഖറൂന അൻഹു, അവർ വൈകൽ കൊണ്ട്, അൻഹു ആ ശിക്ഷയെ തൊട്ട്, അവരാ ശിക്ഷയെ തൊട്ട് വൈകൽ കൊണ്ട് അവർ പിന്തിപ്പിക്കുകയില്ല, സാത്തിന് ഒരൊറ്റ സമയത്തെയും. വലായസ്തഖദിമുനാരെ മുന്തിപ്പിക്കുകയില്ല, അഥവാ യതഖദ്ദമൂനാലി, അവരതിന് മുമ്പേ വരികയില്ല. അതായത് ആ അള്ളാഹു നിർണയിച്ച സമയത്തിൻ്റെ മുമ്പായിട്ട് അവരെ ശിക്ഷിക്കപ്പെടുകയില്ല, അവർക്കങ്ങനെ നേരെ മുമ്പേ ശിക്ഷ വാങ്ങിയെടുക്കാനും കഴിയില്ല. അള്ളാഹു ആ സമയം കഴിഞ്ഞിട്ടല്ല അവരെ ശിക്ഷിക്കുക, അതായത് കുറച്ച് സമയം അവർക്ക് വൈകി കൊടുക്കുകയില്ല, അഥവാ അവർക്ക് ആ ശിക്ഷയെ കുറച്ച് പിന്തിപ്പിക്കാൻ സാധിക്കുകയുമില്ല. കുൽനബി അങ്ങ് പറയുക, അറഅയ്തും, നിങ്ങൾ എന്താണ് അറഅയ്തും എന്നതിൻ്റെ അർത്ഥം അഖ്ബിറൂനി, നിങ്ങൾ എനിക്കൊന്ന് അറിയിച്ചതാ. അറഅയ്ത, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ തഫ്സീറുണ്ടല്ലോ, അതുപോലെ അഖ്ബിറൂനി, നിങ്ങൾ എനിക്കൊന്ന് അറിയിച്ചതാ. നബി അങ്ങ് അവരോട് പറയണം, നിങ്ങളൊന്ന് എനിക്ക് അറിയിച്ചതാ. ഇൻ അതാക്കും അദാബുഹു, നിങ്ങൾക്കെത്തിയാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ, ഇല്ലാഹി, അള്ളാഹുവിൻ്റെ ശിക്ഷ എത്തിയാൽ. ബയാത്ത് എന്ന് വെച്ചാൽ ബാത്ത, രാത്രിയിൽ താമസിക്കലാണല്ലോ, അഥവാ ലൈലൻ, രാത്രിയിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ എത്തിയാൽ. മൗദി അൽ മുൽമർ, അല്ല ഔനഹാർ, അല്ലെങ്കിൽ പകലിലെത്തിയാൽ. മാതാ, അപ്പം എന്താണ്, മാ എന്ത്, ഒരു ഷെയ്, ഐ ഷെയ്ൻ, യസ്തഅജിലു മിൻഹു, അതായത് എന്തൊന്നാണ്, യസ്തഅജിലു മിൻഹു, അതിൽ നിന്നും വേഗത്തിലാക്കും. അതിൽ അദാബി, അതിൽ നിന്നും വെച്ചാൽ ശിക്ഷയിൽ നിന്നും എന്തിനെയാണ് വേഗത്തിലാക്കുന്നത്? അൽ മുജ്രിമൂൻ, മുജ്രിമീങ്ങളെ, കുറ്റവാളികളായ ആളുകൾ. അയിൽ മുശ്രിക്കൂൻ, അഥവാ കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുദൈവ വിശ്വാസികൾ. അപ്പോൾ ഈ ബഹുദൈവ വിശ്വാസികൾ ആ ശിക്ഷയിൽ നിന്നും എന്തിനെയാണ് വേഗത്തിലാക്കുന്നത്? അപ്പം ഈ മിൻഹു എന്ന് വെച്ചാൽ മിനൽ അദാബാണല്ലോ. അപ്പം ശിക്ഷ അവർക്ക് പകലോ രാത്രിയോ വന്നാൽ അതിലേത് ശിക്ഷക്കായിരിക്കും ഇവർ മുൻഗണന കൊടുക്കാമെന്ന്. അപ്പോൾ ഏതിനെയാണ് വേഗത്തിൽ അവർ ആവശ്യപ്പെടുക എന്ന് ഒരു പരിഹസിച്ചുകൊണ്ട് അവരോട് ചോദിക്കുന്നതാണ്. ഈ ഒരു പ്രയോഗത്തിൽ വലഉല്ലാഹിരി മൗലിയൽ മുൽമരി, ലമീറിൻ്റെ സ്ഥാനത്ത് ലാഹിറായ പദത്തെ വെക്കലുണ്ട്. കാരണം മാതാ യസ്തഅജിലു മിൻഹു, അല്ലെ, മാതാ യസ്തഅജിലൂന മിൻഹു പറഞ്ഞാൽ മതി. മാതാ യസ്തഅജിലു മിൻഹുൽ മുജ്രിമൂൻ, അൽ മുജ്രിമൂൻ എന്ന ലമീറിൻ്റെ സ്ഥാനത്ത് ലാഹിറായ മുജ്രിമൂൻ എന്ന് വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ എന്താണ്, അവർ കുറ്റവാളികളാണ് എന്ന് ഒന്നും കൂടെ അള്ളാഹു പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്.
ജുംലത്തിൽ ഇസ്തിഫാം, ഇവിടുത്തെ ഇസ്തിഫാമിൻ്റെ ജുംല ജവാബ് ഷർത്തി, ഒരു ഷർത്തിൻ്റെ ജവാബാണ്. ഏതുപോലെ കൗലിക, നീ പറയുന്നത് ഇതാ അത്തീത്തുക്ക മാ തൊഴുത്തീനി, ഞാൻ നിൻ്റെ അടുത്ത് വന്നാൽ നീ എനിക്ക് എന്ത് തരും. അപ്പം അതുപോലെ വന്നാൽ, നിങ്ങൾക്ക് ശിക്ഷ വന്നാൽ നിങ്ങൾ ആദ്യം ഏത് ശിക്ഷേനെയാണ് തേടുക എന്ന് ചോദിക്കാം അല്ലേ. ശിക്ഷ വന്നാൽ ഏതിനെയാണ് തേടുക. വൽ മുറാദ് ബി, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന തഹ്വീൽ, അവരെ ഭയാനകതമായ ഒരു അന്തരീക്ഷം അവർക്ക് ഉണ്ടാക്കലാണ്. അതായത് മാ അളമ മസ്തഅജലു, അവർ വേഗത്തിൽ ആവശ്യപ്പെടുന്ന സംഗതി എത്ര ഗൗരവമാണ് എന്ന് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പേടിപ്പിച്ചുകൊണ്ടൊരു പ്രയോഗമാണ്. ആ സുമ്മ ഇലാ മാ വഖ അല്ലേ, ആമന്തും ബിഹി എന്നാണ്. അസുമ്മ അതോ അവിടെ ഇതാമാ വഖ ഹല്ലബിക്കും, ഇതാമാ വഖ എന്ന് വെച്ചാൽ ഹല്ലബിക്കും, നിങ്ങളിൽ ഇറങ്ങിയാൽ ആ ശിക്ഷ അല്ലേ. ഇതാമാ വഖ എന്ന് വെച്ചാൽ അത് ഇറങ്ങിയാൽ ആ സമയത്ത്, അസുമ്മ എന്ന് വെച്ചാൽ ആ സമയത്ത് ശിക്ഷ വരുന്ന വേളയിൽ നിങ്ങൾ ശിക്ഷ ഇറങ്ങിയാൽ ആമന്തും ബിഹി. അപ്പം ഈ അസുമ്മ എന്നതിൽ ഇസ്തിഫാമിൻ്റെ ഹംസ ആമന്തും എന്നതിനോടാണ് ബന്ധം. അപ്പം ആമന്തും ബിഹി, നിങ്ങൾ അവനെ വിശ്വസിക്കുമോ. ആ ശിക്ഷ ഇറങ്ങുന്ന സമയത്ത്, നിങ്ങൾ ശിക്ഷ ഇറങ്ങുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുക. ഇല്ലാഹി, അള്ളാഹുവിനെ നിങ്ങൾ വിശ്വസിക്കുമോ. അവിൽ അദാബ് അല്ലെങ്കിൽ ബിഹി എന്നുള്ളതിന് മറിച്ചിയിലഹി, ശിക്ഷയെ നിങ്ങൾ അംഗീകരിക്കുമോ എന്ന്. ഇന്ത നുസൂൽ, അത് ഇറങ്ങുന്ന വേളയിൽ. വൽ ഹംസത്തു ഉണ്ട്, ഇവിടുത്തെ ഈ ഹംസ ലി ഇൻകാരി തഅഖീരി, തഅഖീറിന് ഇൻകാർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതായത് ശിക്ഷ എന്താവൂല, ഒരിക്കലും വൈകുകയില്ല, വൈകുന്നതല്ല. ഫല, അതായത് വൈകുക മീൻസ് കുറച്ച് കഴിഞ്ഞ് വരുമെന്നല്ല, ശിക്ഷ വരാതിരിക്കുന്നതിന് നിരാകരിക്കുകയാണ്. ശിക്ഷ എന്തായാലും വരിക തന്നെ ചെയ്യും എന്നർത്ഥത്തിൽ. ഫല യുഖ്ബലു, അല്ലാതെ തഖല്ലുഫ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. തഖല്ലുഫ് ചിലപ്പോൾ വൈകുക എന്ന അർത്ഥത്തിലുണ്ട്. അതായത് ഒരു 5 മിനിറ്റ് വൈകിയാലും തഖല്ലുഫ് എന്ന് പറയും, വരാതിരിക്കുന്നതിനും തഖല്ലുഫ് എന്ന് പറയും. അതുപോലെ തന്നെ തഖീർ വരാതിരിക്കലിനും നിരാകരിക്കലാണ്. ഫല യുഖ്ബലു മിൻകും, അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും ആ അവസാന സമയത്തുള്ള അവരുടെ അപേക്ഷ എന്താവില്ല, വിശ്വാസം സ്വീകരിക്കില്ല. വൈകാലിലക്കും, അവരോട് നിങ്ങളോട് പറയപ്പെടും, നിങ്ങളിൽ നിന്നും സ്വീകരിക്കപ്പെടുക. അതായത് കാലിലക്കും നിങ്ങളോട് പറയപ്പെടുകയും ചെയ്യും. ആന, ഇപ്പോഴാണോ തുഅ്മിനൂന നിങ്ങൾ വിശ്വസിക്കുന്നത്, കുന്തും ബിഹി, നിങ്ങൾ മുമ്പ് ഇതിനെ ആയിരുന്നില്ലേ, തസ്തഅജിലൂന, ഇതിന് നിങ്ങൾ വേഗത്തിൽ ആവശ്യപ്പെട്ടവരായിരുന്നില്ലേ. അതായത് വേഗം ശിക്ഷ ഇപ്പം ശിക്ഷ എന്ന് നിങ്ങൾ ചോദിച്ചിരുന്നില്ലേ, ഇസ്തിഹ്സാ, പരിഹരിക്കാൻ വേണ്ടി. ഇപ്പോഴാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, ഇനി കാര്യമില്ല. സുമ്മ ഖീല, പിന്നെ പറയപ്പെടും, ഇല്ലദീന, ഒരു കൂട്ടരോട്, വലമു, അവർ അക്രമം പ്രവർത്തിച്ചു, അങ്ങനെയുള്ളവരോട് പറയുന്നത് അദാബൽ ഖുൽദ്, ശാശ്വതീയതയുടെ ശിക്ഷയെ നിങ്ങൾ ആസ്വദിക്കുക. ഐല്ലദി തഹ്ലുദൂന ഫീഹി, നിങ്ങൾ ഏതിലാണോ സ്ഥിരമായിട്ട് കഴിയുന്നത് അതിൻ്റെ ആ ഒരു സ്ഥിരമായിട്ട് കഴിയുന്ന സങ്കേതത്തിൻ്റെ ശിക്ഷയെ നിങ്ങൾ ആസ്വദിക്കൂ. ഹൽ മാ തുജ്സൗന, ഇല്ല. ഹൽ മാ തുജ്സൗന, പ്രതിഫലമായിട്ട് നൽകപ്പെടുമോ, ഇല്ല, നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് നൽകപ്പെടുമോ, ഇല്ല, ജസാഅൻ ബിമാ കുന്തും തക്സിബൂൻ, നിങ്ങൾ സമ്പാദിച്ച് വെച്ചിരുന്ന, നിങ്ങൾ ചെയ്തു കൂട്ടിയിരുന്ന ഒന്നിൻ്റെ ജസാ അല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് നൽകപ്പെടില്ലല്ലോ. നിങ്ങൾ ചെയ്തതിൻ്റെ പരിണിതഫലം തന്നെയാണ് ഇത് അനുഭവിക്കുന്നത്. വയസ്തംബിക, അവർ അങ്ങയോട് എന്ത് ചെയ്യും, അറിയിച്ചു തരാൻ ആവശ്യപ്പെടും. യസ്തഖ്ബിറൂക, ഖബർ ആവശ്യപ്പെടും, വിവരം ആവശ്യപ്പെടും. അഹക്കുൻ ഹു അല്ലേ, അഹക്കുൻ ഹു എന്ന് വെച്ചാൽ അത് സത്യം തന്നെയാണോ. അതായത് മാ വഅദ്തന ബിഹി, നീ ഞങ്ങളോട് ഏതൊന്നുകൊണ്ടാണോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആ ഒന്ന്, അതെന്തിനാൽ മിനൽ അദാബി, ശിക്ഷയൊക്കെ വരും, വൽ ബഅസി, പുനർജീവിതമൊക്കെ ഉണ്ടാകും, അത് സത്യം തന്നെയാണോ എന്ന് ചോദിക്കും. അപ്പം കുൽ നബി അങ്ങ് പറയണം, ഈ ഞാൻ അതേ എന്ന് പറയണം. വറബ്ബി, എൻ്റെ റബ്ബാണ് സത്യം, ഇന്നഹു ലഹക്ക്, അതൊക്കെ സത്യം തന്നെയാണ്. വമാ അൻതും, നിങ്ങളല്ല, ബിമുഅ്ജിസീൻ, എന്താവുന്നില്ല, തോൽപ്പിക്കുന്നവരല്ല, ഫായിതീന അല്ല അദാബ അല്ലേ, ശിക്ഷ നഷ്ടപ്പെടുന്ന ആളല്ല, അതായത് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്ന, ശിക്ഷയെ അതിജയിക്കുന്ന ആളുകളല്ല നിങ്ങൾ.